നമസ്തേ. ഇന്ന് നമ്മൾ വീട്ടിലെ നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. വീട്ടിനുള്ളിൽ എപ്പോഴും വഴക്കുണ്ടാകുന്നതും വീട്ടിലുള്ളവർക്ക് മാറി മാറി അസുഖങ്ങൾ വരുന്നതും വീടിനുള്ളിൽ യാതൊരുവിധ മനസ്സുഖവും ഇല്ലാതിരിക്കുന്നതും വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ്. ഈ നെഗറ്റീവ് എനർജിയെ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ എല്ലാവരും വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. രാവിലെ ഉണർന്നാൽ തന്നെ നമ്മുടെ വീടിന്റെ ജനലുകളും വാതിലുകളും കുറച്ചു നേരത്തെങ്കിലും തുറന്നിടുക. വീടിന്റെ പ്രധാന വാതിലിന്റെ മുൻവശം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. വീടിന്റെ പുറത്തായി ചെരുപ്പുകളും മറ്റും അലക്ഷ്യമായി കൂട്ടിയിടുകയോ എറിയുകയോ ചെയ്യരുത്. പ്രധാന വാതിലിന്റെ മുൻവശം മാവിലത്തോരണം കെട്ടി അലങ്കരിക്കുന്നതും വളരെ ഉത്തമമാണ്. വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പും കൂടെ ഇട്ട് തുടയ്ക്കുന്നത് വളരെ നല്ലതാണ്. വീടിന്റെ സ്വീകരണ മുറിയിൽ ഒരു ഉരുളിയിൽ പൂക്കളിട്ട് വെക്കുന്നതും നല്ലതാണ്. വീടിന്റെ സ്വീകരണ മുറിയിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കല്ലുപ്പിട്ട് വെക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ചതിന് ശേഷം സാമ്പ്രാണി പുകയ്ക്കണം. ഈ സാമ്പ്രാണിയോടൊപ്പം തന്നെ ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ്, പച്ചക്കർപ്പൂരം എന്നിവ കൂടെ ഇട്ട് പുകയ്ക്കുന്നതും വളരെ നല്ലതാണ്. തീൻമേശയിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു നാരങ്ങ ഇട്ട് വെക്കുന്നതും നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ പ്രധാനമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാവുന്ന നെഗറ്റീവ് എനർജി ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നു കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.